പക്ഷേ ലേലത്തിൽ ബോളിംഗിലേക്ക് കാര്യമായ കൂട്ടിച്ചേർക്കലുകളൊന്നും RCBക്ക് ഈ ലേലത്തിൽ നടത്താനുമായില്ല. IPL താരലേലത്തിൽ കഴിഞ്ഞ തവണ കൂടെയുണ്ടായിരുന്ന ശ്രീലങ്കൻ സ്പിന്നർ വാനിന്ദു ഹസരംഗയെ അടിസ്ഥാന വിലയായ 1.50 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. 1.5 കോടിയിൽ തുടങ്ങിയ ഹസരംഗയുടെ ലേലത്തിൽ മറ്റു ടീമുകളൊന്നും താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നതോടെയാണ് ഹസരംഗയെ അടിസ്ഥാന വിലക്ക് സ്വന്തമാക്കാൻ ഹൈദരാബാദിനായത്. ആ സമയത്ത് RCB പോലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നില്ല. വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബോളർ അൽസാരി ജോസഫാണ് ലേലത്തിൽ RCB സ്വന്തമാക്കിയ പ്രധാനപ്പെട്ട ബോളർ. 11.50 കോടി രൂപ ഇതിനായി RCB മുടക്കുകയും ചെയ്തു. അൽസാരി ജോസഫ് കഴിവ് തെളിയിച്ച മികച്ച പേസറാണെങ്കിലും സമീപകാലത്തെ പ്രകടനങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. മുമ്പ് അരങ്ങേറ്റ സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി ഇടിമുഴക്കമുള്ള പ്രകടനം നടത്തിയിരുന്നെങ്കിലും അതേ സീസണോടെ വൺ സീസൺ വണ്ടർ കാറ്റഗറിയിൽ വീണുപോയ ബോളറാണ് അൽസാരി ജോസഫ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ RCBക്ക് ബോളിംഗിൽ എത്രത്തോളം ആശ്രയിക്കാം എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അതുപോലെ യശ് ദയാലാണ് ലേലത്തിൽ RCB വാങ്ങിയ